ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇല്ലേ ഒരുപാട് സങ്കടം തോന്നിപ്പോയി. ഇങ്ങനെയുള്ള ഒരു വിധി ആർക്കും എത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. നിങ്ങൾ തന്നെ ഈ വീഡിയോ കണ്ടിട്ടൊന്ന് അഭിപ്രായം പറയണം കേട്ടോ. അല്ല, കർട്ടനൊന്നും സന്ധ്യയായില്ലേ, ഇരുടായില്ലേ. ഇന്നത്തെ പോലത്തെ സ്ട്രീറ്റ് ലൈറ്റുകളോ കാര്യങ്ങളോ ഒന്നും അന്നത്തെ കാലത്ത് ഇല്ല, പുരോഗമനം ഇല്ലല്ലോ. അത് അവരെ നാട് എവിടെയാണോ അങ്ങോട്ടേക്കാ കൊണ്ടുപോവാ. കൊണ്ടുപോകുന്നത് ചിലപ്പോ ഒന്നെങ്കിലും നമ്മൾ പണി തീരാത്ത വീടായിരിക്കും, അല്ലെങ്കിൽ വല്ല കാടായിരിക്കും, അല്ലെങ്കിൽ ഈ കള്ള് ചെത്തുന്ന അവർക്കുണ്ടാവില്ലേ ഒരു ഷെഡ് പോലെ, അങ്ങനത്തേതായിരിക്കും. അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംവിധാനത്തിലായിരിക്കും. സ്കൂൾ വരാന്തകളിലൊക്കെ അങ്ങനെയൊക്കെ സ്കൂൾ വരാന്തകളിലൊക്കെ ഉള്ളോട്ടുള്ള സ്ഥലങ്ങളില് സ്കൂളുകളില് അങ്ങനെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇയാൾ നമ്മളോട് ഇവിടുന്ന് 500 അല്ലെ 300 തന്നിട്ട് കൊണ്ടുപോകാൻ പറയും ഒരാളെ ഉള്ളൂന്ന്. അവിടെ എത്തി ഇയാളെ കാര്യമെല്ലാം കഴിഞ്ഞിട്ട് ഇയാൾ പറയും ഇവിടെ ഇരിക്കും, ഞാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവനങ്ങ് പോകും. ഇവൻ പോയിട്ട് വരുമ്പോൾ 2-3 നാളും കൂട്ടി വരും. ഇവൻ തന്ന 500 അവരെടുത്ത് ഇവൻ മുതലാക്കും. നമുക്ക് 500 തന്നത് ഇവന്റെ പോക്കറ്റിൽ നിന്നാ തരുന്നത്. ആ 500 ഇവന്റെ 3-4 സുഹൃത്തുക്കളെ കൂട്ടിക്കൊണ്ട് വന്ന് ഒരു സാധനം ഉണ്ട് വാന്നും പറഞ്ഞിട്ടാ കൊണ്ടുവരുക. സാധനം അന്നത്തെ കാലം വിളിക്കല് ചരക്ക്, പാട്ടകള് വരുന്നുണ്ട് എന്നറിയാം. നമ്മളെല്ലാം ഒന്നിച്ച് പോവാണെങ്കിൽ ആ പാട്ടകൾ പോകുന്നാന്ന് പറയും, അങ്ങനെയൊക്കെയാ പറയല്. അപ്പോൾ ഒരു പാട്ടനെ കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിയിട്ട് വരും. അപ്പോൾ നമുക്ക് വേറെ രക്ഷയില്ലല്ലോ, നമ്മളെ സ്ഥലമല്ല, നമുക്കറിയില്ല. ഈ രാത്രി ഇരുട്ടിന് നട്ടപ്പാതിർക്ക് നമ്മളെങ്ങോട്ടാ ഓടേണ്ടത്, വല്ല പൊട്ടക്കിണറ്റിലും പോയി വീണിട്ടുണ്ട്, അതുമായില്ലേ. അപ്പോൾ അവർ ഉപയോഗിക്കും ഈ 500. അപ്പം നമ്മൾ പോകുമ്പോൾ ഈ പൈസ വാങ്ങിയിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു കടയെ കൊടുത്തിട്ടാ പോവുക. കയ്യിൽ കൊണ്ടുപോകില്ല, ചിലപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരും പൈസ ഉണ്ടാവില്ല. എന്നിട്ട് പിന്നെ രാവിലെ ഇവരാവശ്യമെല്ലാം കഴിഞ്ഞിട്ട് ഇവർ ഒരു 12:30, 1 മണി, 2 മണിയൊക്കെ ആകുമ്പോൾ ഏതെങ്കിലും ഒരു ബസ് സ്റ്റോപ്പിൽ കൊണ്ടിരുത്തിയിട്ട് പറയും ഇപ്പോൾ സമയം 5 മണി ആവാനായി, ഒരു 5:30 ആകുമ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് ബസ് ഉണ്ട്, അതിന് കയറിയിട്ട് പോയി. എല്ലാവരും പോകും. ചില ആളുകളുണ്ട്, മനസ്സാക്ഷിയുള്ള ചില ആളുകളുണ്ട്. അവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പം അന്നത്തെ കാലത്ത് 500 രൂപ എന്നൊക്കെ പറയുന്നത് വലിയൊരു പൈസയാണ്. അപ്പോൾ നമ്മളെന്താക്കും, ഈ കൊണ്ടുപോകുന്ന ആളെ നല്ല സോപ്പിട്ട് നിൽക്കും. എന്നുവെച്ചാൽ ഇയാൾ കൂടുതൽ ആളെ കൂട്ടാണ്ട് നമ്മൾ ഉപദ്രവിക്കാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അയാൾ ചിലപ്പോൾ ഒരാളെ കൂട്ടിയിട്ട് വന്നാൽ അയാൾ ആവശ്യം കഴിഞ്ഞാൽ അയാൾ പോയി കഴിഞ്ഞാൽ ചില ആളുകൾ നമ്മളെ കൂടെ തന്നെ നിന്നിട്ട് നമുക്ക് രാവിലെ ബസ് വരുന്നിടം വരെ നമ്മളെ കൂടെ നിൽക്കും. ബസ് സ്റ്റോപ്പ് ആണെങ്കിൽ ബസ് സ്റ്റോപ്പ്, അല്ലെങ്കിൽ ഏതെങ്കിലും